ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ, രാജ്യമുണ്ടാവണം. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എന്റെ കൂടെ 2 കുട്ടികളുണ്ട്. അവര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് കോടീശ്വരന്റെ മക്കളാണ്. ബിസിനസിന് വിദ്യാഭ്യാസം വേണ്ട, എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. പോലീസ് സ്റ്റേഷനുകളിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്ക് പോലീസ് സ്റ്റേഷൻ നീതിയില്ല, കോടതിയിൽ നീതിയില്ല. ഈ ചെയ്യുന്ന ജോലിക്ക് നമ്മളെല്ലാം അവസാന സമയം വന്നിട്ട് അവന്റെ അടുത്ത് പോയി കൈകെട്ടി നിൽക്കണം എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുണ്ടാവില്ല. IBA എന്ന ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 2ാം സംസ്ഥാന സമ്മേളനത്തിനാണ് ഇന്ന് ഈ OPS പാലസിൽ, റോയൽ പാലസിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. പക്ഷെ 2ാം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതിനേക്കാളും ഗംഭീരമായി ഒരു സംസ്ഥാന സമ്മേളനം നടത്തുക എന്ന് പറയുന്നത്, അതും എറണാകുളം വിട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് നടത്തുക എന്ന് പറയുന്നത്, മലപ്പുറം മണ്ണ് തിരഞ്ഞെടുത്തപ്പോൾ, മലപ്പുറത്തിന്റെ മണ്ണ് തിരഞ്ഞെടുത്തപ്പോൾ അതെന്തുകൊണ്ടും ശ്ലാഘനീയമായി അർത്ഥവത്തായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മലബാറില് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ, രാജ്യമുണ്ടാവണം. രാജ്യത്തിന്റെ ഘടന നിലനിൽക്കണം. രാജ്യത്തിന്റെ ഭരണഘടനയുടെ കീഴിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തപ്പെടണം. ആ ഒരു ജനാധിപത്യ ബോധമാണ് നമ്മുടെ ഏറ്റവും കരുത്തുറ്റ ശക്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ സംഘടന കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒരു സംഘടന കെട്ടിപ്പടുക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതൊരു സാമൂഹിക പ്രവർത്തനമാണ്, സോഷ്യൽ ആക്ടിവിറ്റിയാണ്. സോഷ്യൽ ആക്ടിവിറ്റിയിൽ എല്ലാവരും പങ്കാളികളായിരിക്കണം. സോഷ്യൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യണം. സോഷ്യൽ ആക്ടിവിറ്റി ഇല്ലാതെ മതമില്ല. പ്രവാചക തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറയാറുണ്ട്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അധികവും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ദൈവവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല. ഒരു മനുഷ്യനോട് പുഞ്ചിരിക്കുന്ന കാര്യം പോലും പറഞ്ഞിട്ടുണ്ട്. നാം ആളുകളോട് എങ്ങനെ വർത്തിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. മനുഷ്യരോട് പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ്. എല്ലാരും പറയും ഒരു കട കൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിയുന്നില്ല. ഇങ്ങനെ 210 ഔട്ട്ലെറ്റ് ഇന്ന് നിങ്ങൾ എങ്ങനെ നടത്തുന്നു ചോദിക്കും. അത് എക്സ്പീരിയൻസ് ആണ്. ഏതൊരു ബിസിനസ് തുടങ്ങണമെങ്കിലും നമ്മൾക്ക് എക്സ്പീരിയൻസ് വേണം. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ബിസിനസ് നിങ്ങൾ തുടങ്ങരുത്. തുടങ്ങിയാൽ അത് പരാജയമാവും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ ലോസ് ആൻഡ് പ്രോഫിറ്റ് ശരിക്കും പഠിച്ചിട്ട് വേണം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. മറ്റുള്ളവർ പറയും അത്ര ലാഭം കിട്ടും, ഇത്ര ലാഭം കിട്ടും, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ആ ബിസിനസ്സിൽ ഇൻക്ലൂഡ് അല്ലെങ്കിൽ നിങ്ങൾ അവർ ചീറ്റ് ചെയ്യും, പറ്റിക്കും 100%. അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിനെ പഠിച്ചിട്ട് വേണം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. പല ആളുകളും ബിസിനസ് തുടങ്ങി പരാജയപ്പെട്ട് റോട്ടിൽ ഉറങ്ങുന്നവരുണ്ട്, ലോൺ വന്ന് ജപ്തി ചെയ്തവരുണ്ട്. എന്തുകൊണ്ട്? ആ ബിസിനസിനെ പറ്റി നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് പറയുന്നത്, UK വരെ ഞാൻ ബിസിനസ് തുടങ്ങാൻ. ഇപ്പൊ 8 ഔട്ട്ലെറ്റ് നമ്മൾ UK സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ഒരു മാസം മുമ്പ് ഞാൻ UK യൂറോപ്പിലും ഇറ്റലി പാരീസിലൊക്കെ ആയിരുന്നു. ഞാൻ ഇംഗ്ലീഷ് എഴുതുകയോ വായിക്കുകയോ ചെയ്യാത്ത ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത 4ാം ക്ലാസ്സുകാരനാണ്. ബിസിനസിന് വിദ്യാഭ്യാസം വേണ്ട, എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇന്ന് 600 കോടിന്റെ ടേൺ ഓവറുള്ള കമ്പനി ഞാൻ ഒരേ ഒരാളാണ് മാനേജ് ചെയ്യുന്നത്. എന്റെ കൂടെ 2 കുട്ടികളുണ്ട്. അവര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് കോടീശ്വരന്റെ മക്കളാണ്. ഞാൻ പാവപ്പെട്ട എന്റെ വാപ്പ അലുമിനിയം തലയിലേക്ക് കൊണ്ട് നടന്ന അവരുടെ മകനാണ്. അപ്പൊ കഷ്ടപ്പാട് എന്താണ് എന്നുള്ളത് എനിക്ക് ശരിക്കറിയാം. കേരളത്തിൽ വലിയൊരു മാറ്റത്തിന്റെ മണിമുഴക്കം തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ കേരളത്തിലെ ഏറ്റവും ശക്തരായ ഒരു കൂട്ടം ആളുകളാണ് ഇരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ, അല്ലെങ്കിൽ ബിൽഡേഴ്സ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ആയിരക്കണക്കിന് ഫംഗ്ഷനുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ സമ്മേളനം ആദ്യമാണ്. അതിന്റെ കാരണം ലോകത്തിലേ ഉള്ളൂ, അതുകൊണ്ടാണ് ആദ്യമായിട്ട്. IBA
എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ IBA = ഇതിന്റെ അർത്ഥം കിട്ടിയത് എനിക്ക് IBA മീൻസ് ലോകത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നതാണ് അർത്ഥം കിട്ടിയത്. കാരണം ഇൻവെസ്റ്റേഴ്സ്, ബിൽഡേഴ്സ്, ബ്രോക്കേഴ്സ് ഇത്രയും കൂടുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി, ഇത് മൂന്നും കൂടിയ ലോകം സൃഷ്ടിക്കുക, ഡെവലപ്മെന്റ് എന്നതാണ്. ഇതില്ലാതെ ഒന്നും സാധ്യമില്ല. ഈ മൂന്ന് സംഭവം അതിലുണ്ട്. സാബു വർഗീസ്, റൈറ്റ്, സാബു വർഗീസ് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാണ്. അതായത് എൻ്റെ 1 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഒരു അമ്മയെ തല്ലുന്ന അപ്പൻ, എൻ്റെ അമ്മയെ 17 വർഷം വന്നുണ്ട്. ഒരു ദിവസം ഒഴിവില്ല. എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ ലൈവ് അമ്മ കാണുന്നുണ്ടാവും. എൻ്റെ ഇവിടെ ഈ വേദിയിൽ വരേണ്ടത് എൻ്റെ അമ്മയായിരുന്നു. അപ്പം ആ 17 വർഷക്കാലം ആ സ്ത്രീ സഹിച്ച യാതനകളെല്ലാം കളഞ്ഞു. എന്നിട്ടും എൻ്റെ അമ്മ എൻ്റെ അപ്പനെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൻ മരിച്ചുപോയി. അതുപോലെ ഭൂമിയിൽ ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ യാതനയും ആ ദുരിതവും അതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം എന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കിയത്. ഞാൻ സ്നേഹിക്കുകയല്ലാതെ, സ്നേഹത്തിലൂടെ അല്ലാത്തൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കുന്ന സ്ഥലം ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ പണം, എത്രയോ കേസുകൾ, 1000-ലധികം കേസുകൾ എറണാകുളം ജില്ലയിൽ പോയിട്ട് ഞാൻ തീർത്തിട്ടുണ്ടെങ്കിൽ, ഇനിയും ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു സംവിധാനത്തിന്റെ കീഴിൽ വന്നാൽ ഇനിയും 100 കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ പറഞ്ഞുവിടാൻ പറ്റും. പോലീസ് സ്റ്റേഷനുകളിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല, കോടതിയിൽ നീതിയില്ല. ഈ ചെയ്യുന്ന ജോലിക്ക് നമ്മളെല്ലാം അവസാന സമയം വന്നിട്ട് അവന്റെ അടുത്ത് പോയി കൈകെട്ടി നിൽക്കണമെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുണ്ടാവില്ല. അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ നിയമസഭയിൽ ഈ ബില്ല് പാസ്സാക്കിക്കണം. നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വ്യാപരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ജോലിക്ക് കൂലി കിട്ടണം. ഈ ബില്ല് നമ്മൾ പാസ്സാക്കൂലേ? ഈ 10 പേര്, ഇതിലെ 10 പേര് നമ്മുടെ നിയമസഭയുടെ മുമ്പിൽ ഇപ്പൊ നിന്നിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. 32 MLA-മാരെ കണ്ടു. നിയമസഭയ്ക്കകത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടാണ് നിയമസഭയ്ക്ക് അകത്ത് കയറി എല്ലാ 32 MLA-മാർക്ക് 140 MLA-മാരിൽ 32 പേർക്ക് നിവേദനം കൊടുത്തത്. എന്നെ നെല്ലിക്കുന്ന് എന്ന് പറയുന്ന MLA ഞാൻ കണ്ടതിൽ നിങ്ങളൊക്കെ 141 MLA-മാരുണ്ട്. ഞാൻ ഓരോ സ്ഥലത്തും ചോദിക്കുന്ന ഒരു കാര്യമാണ്. 140 MLA-മാരില് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയ, നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന, നിങ്ങൾക്ക് അനുവാദമില്ലാതെ കയറി ചെല്ലാൻ പറ്റിയ, നാടിന് വേണ്ടി ജീവിക്കുന്ന ഏതെങ്കിലും ഒരൊറ്റ MLA പറയാൻ പറ്റുമെന്നൊക്കെ ഒച്ചത്തിൽ പറയണപ്പം എന്റെ MLA ചെയ്യും. നിങ്ങൾ വെള്ളയിൽ ഉണ്ടാവുന്ന 1 2 ഈ MLA-മാരെ തെരഞ്ഞെടുത്ത് വിട്ട നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി, നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നത്, നമുക്ക് വേണ്ടി പറയാനാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്ത് മെമ്പറോ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റും റെക്കമെൻഡേഷനും വേണം. വേണ്ടേ? MLA ഹാളിലേക്ക് അനുവാദമില്ല. ഞാൻ കയറി ചെല്ലും. എവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വരെ ഞാൻ ചെല്ലും. കാരണം നമുക്ക് അനുവാദമുണ്ട്, നമുക്ക് കയറി ചെല്ലാം, മുഖ്യമന്ത്രിയെ കാണാം, സംസാരിക്കാം. നമ്മൾ ഇന്ത്യൻ പൗരനാണ്. ഭയം വേണ്ട. നമ്മൾ അപേക്ഷാ ഫോമുകൾ കൊടുക്കുന്നു. എന്തിനാ അപേക്ഷിക്കുന്നേ? ആരുടെ അടുത്ത് അപേക്ഷിക്കുന്നേ? അപേക്ഷാ ഫോമുകളല്ല, നമ്മുടെ അവകാശമാണ്. അവകാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഓരോരുത്തർക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ അടുത്തിരിക്കുന്ന ആളുകളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിക്കണം. ആദ്യം ചിരിക്കാൻ, സ്നേഹിക്കാൻ പഠിക്കണം. ഒന്നാണ് നമ്മുടെ ആപ്തവാക്യം. എന്താണ്? ഇനി തനിച്ചല്ല. IBA എന്ന് പറയുന്നത് IBA ഇൻവെസ്റ്ററും ബിൽഡറും ബ്രോക്കറും മാത്രമല്ല, കേരളത്തിലെ സമസ്ത മേഖലകളിലും ഇടപെടുന്നു എന്നുള്ളതാണ്. എത്രയോ രാത്രികളിലെ മാതാപിതാക്കള് രാത്രികൾ എന്നെ വിളിക്കുന്നു 11 മണിക്ക് ശേഷം, സാർ എൻ്റെ കുട്ടി പോലീസ് സ്റ്റേഷനിലാണ്. എന്താണ് പറ്റിയ? ലഹരി. അവന് ഉപയോഗിച്ചിട്ടില്ല, അവന്റെ കൂട്ടത്തിലുള്ള 5 പേര്. നമ്മുടെ മക്കള് ലഹരിയിലേക്ക് പോകുന്നതിന്റെയും എല്ലാത്തിന്റെയും കാരണക്കാർ നമ്മളാണ്. നമ്മൾ നമ്മുടെ ഫാമിലിയെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. എനിക്ക് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് എൻ്റെ ഭാര്യയോടാണ്. ബിൻസി, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും. ഇതുപോലെ യാത്ര ഒരു വീട്ടിൽ നിന്ന് കുത്തിയൊലിക്കുന്ന മഴയിൽ എൻ്റെ 3-4 കോടി രൂപ മുടക്കിയ സ്ഥാപനം വെള്ളത്തിലായപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇടുക്കിയിലാണ് ഞാനുള്ളത്. അടിമാലി എന്നൊരു സ്ഥലത്താണ് നമ്മുടെ സമ്മേളനം വെച്ചിരിക്കുന്നത്.
വേറെ ആരാണെങ്കിൽ തിരിച്ചു പോരും. പക്ഷെ ഞാൻ ഇറങ്ങിയ യാത്ര അതിനില്ല. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ സ്ഥാപനം വരെ ചിലപ്പോൾ പൂട്ടിപ്പോകാനുള്ള അവസ്ഥയുണ്ട്. അത്രയും വലിയൊരു സ്ഥാപനം, വലിയൊരു ലോകം, വലിയൊരു സ്വപ്നം കണ്ട് ഞാൻ ഉണ്ടാക്കിയ സ്ഥാപനം ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിൽ ഇതുപോലെ തന്നെ ഈ IBA പോലെ തന്നെ ആരോഗ്യവും മനുഷ്യന് വളരണം, ആരോഗ്യമുള്ളൊരു മനസ്സിലെ ശരീരത്തിലെ നല്ല മനസ്സുണ്ടാവുമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിലെ ഏറ്റവും വലിയ 16,000 സ്ക്വയർ ഫീറ്റിൽ അവിടെയുള്ള ആ സ്ഥാപനം വെള്ളം കയറി, മുകളിൽ നില വെള്ളം കയറി നിൽക്കുമ്പോൾ ഞാനുള്ളത് ഇടുക്കിയിലുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയണ്ടേ, എന്റെ യാത്രയിൽ എന്നെ ഒരു തരത്തിലും പുറകോട്ട് വലിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. എന്നേക്കാൾ കഴിവുള്ള ഒരാൾ വന്നാൽ ഇത് ഞാൻ ഇറങ്ങിക്കൊടുക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഭരിക്കാൻ, നിങ്ങളെ നയിക്കാൻ കഴിയുന്ന ഒരാളെ കിട്ടിയാൽ ഓരോ ജില്ലയിലും 14 ജില്ലയിൽ നമുക്ക് സംഘടനയുണ്ട്, കമ്മിറ്റിയുണ്ട്. എല്ലാ ജില്ലയിലും പ്രസിഡന്റ്, സെക്രട്ടറിമാരെല്ലാം ഉണ്ട്. ഇത് ഓരോ ജില്ലയിൽ നിന്നും ആളുകളെ എടുത്തുകൊണ്ട് സംസ്ഥാന തലത്തിലേക്ക് ഒരാളെ നിങ്ങൾ കണ്ടെത്തി കൊണ്ടുവന്നാൽ എനിക്ക് പകരക്കാരനായിട്ട് ഞാൻ അടുപ്പിക്കും. ഒരു കാരണവശാലും ഇതിൽ നിന്നും ഞാൻ ഇനി പുറകോട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. IBA എന്ന് പറയുന്ന സംഘടന ലോക നിലവാരത്തിലേക്ക് ഇതിന്റെ മൂല്യങ്ങളെ കൊണ്ടുവരാനും മാനുഷിക മൂല്യങ്ങളെ വളർത്താനും മനുഷ്യനെ സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന ഒരു സംഘടനയായി മാറും. എല്ലാവർക്കും കൊടുക്കാൻ കഴിയണം. സമ്പന്നരാകാൻ അനുവദിക്കുക. 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം എവിടെയും, ഞാൻ എത്രയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള അതിനൊരു കുറവില്ല. ദൈവം കൊടുത്തതാണ്, അയാൾക്കേ ഇത് കൊടുക്കാൻ കഴിയൂ. യൂസഫ് അലിക്ക് കൊടുക്കുന്നു, അയാൾക്കേ ഇത് കൊടുക്കാൻ കഴിയൂ. എന്താ എനിക്ക് പണം തരാത്തത്? നിനക്കത് ഉപയോഗിക്കാൻ അറിയില്ല. ഉപയോഗിക്കാൻ അറിയുന്നവന്റെ കയ്യിൽ മാത്രമേ അത് കൊടുക്കൂ. ആ കൊടുത്തിരിക്കുന്നതാണ് അവരത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവര് മാത്രം എന്താ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തൊന്നും ചിന്തിക്കരുത്. ദൈവത്തെ പഴി പറയരുത്, ദൈവത്തെ ശപിക്കരുത്. നമുക്ക് കിട്ടിയ നന്മകളെ ഓർത്തിട്ട്, കിട്ടാത്ത ന്യൂനതകളെ ഓർത്തിട്ട് നമ്മൾ വിഷമിക്കുക. എനിക്കെന്ത് കിട്ടി എന്നുള്ളതല്ല, അവൻ എന്ത് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. മറ്റവൻ എന്ത് കിട്ടി? നമ്മൾ അടുത്തവന്റെ കച്ചവടങ്ങൾ മുടക്കാനല്ലാതെ നടത്താൻ ശ്രമിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. എനിക്കിന്ന് ഈ വേദിയിൽ പറയാനുള്ള ഒരു മനുഷ്യൻ കൂടി ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഈ പ്രോഗ്രാം നടക്കുമ്പോൾ, കഴിഞ്ഞ പ്രോഗ്രാം നമ്മൾ 10-20 ലക്ഷം രൂപയോളം 15 ലക്ഷം രൂപയോളം മുടക്കിയിട്ട് നമ്മൾ ചെയ്തത് സംസ്ഥാന സമ്മേളനം. ഈ പ്രോഗ്രാമിനും അതുപോലെ തന്നെ പണച്ചെലവുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന സമയത്ത് ഇതിന്റെ കൂട്ടത്തിൽ ഇതുപോലെ ആരും അറിയാതെ ഉള്ളിൽ അതായത് അണിയറയിൽ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. റഫീഖ് മഞ്ചേരിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടേ കൂടുതലേ? റഫീഖ് മഞ്ചേരിനെ അറിയാത്തവരുണ്ടേ കൂടുതലേ? റഫീഖ് മഞ്ചേരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ മലപ്പുറത്തുണ്ട്. 2-3 ലക്ഷം രൂപയോളം വരുന്ന നമ്മുടെ ഫുഡിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പം അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൾക്ക് വിവാഹ ആവശ്യത്തിന് വേണ്ടി കാലങ്ങളായി ചുരുക്കൂട്ടി വെച്ചിരുന്ന പണമാണ് അദ്ദേഹം ഇന്നിവിടെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സദ്യ കൊടുക്കുന്നത്. അദ്ദേഹം ഞാൻ പറഞ്ഞ ഇത്തിക്കറിനെ പറഞ്ഞതുപോലെ അങ്ങനെ നിശബ്ദനായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ സമ്മേളനമായിട്ട് ബന്ധപ്പെടും ഇതിൻ്റെ അകത്ത് ഒരുപാട് ആളുകളുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകളെല്ലാം എന്നെ ഒരു പേര് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. പേര് പറഞ്ഞാൽ തീരാത്ത ആളുകളുണ്ട്. അത്രയും സപ്പോർട്ട് എനിക്കുണ്ട്. ബഹുമാനപ്പെട്ട സെക്രട്ടറി, ട്രഷറർ നിശ്ചല്, അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നും ഒരേപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ ആളുകളുണ്ട്. ഒറ്റയ്ക്ക് എന്തായാലും നമുക്ക് വളരാൻ കഴിയില്ല. ഒറ്റയ്ക്ക് വളർന്ന ഒരു പ്രശ്നവും ഭൂമിയിലില്ല. ആരെങ്കിലുമൊക്കെ വളർത്തിയതാണ് നമ്മളെ. ആ വളർത്തലാണ് എന്നെ നിങ്ങൾ വളർത്തിയിട്ട് നിർത്തിയിരിക്കുന്നത്. ഈ IBA എന്ന് പറയുന്ന ഈ സംഘടന എൻ്റെ കയ്യിൽ ഞാൻ ഇരിക്കുന്ന ഇത്രയും കാലം ശക്തമായിരിക്കും, സുശക്തമായിരിക്കും. റഫീഖ് മഞ്ചേരി ഒന്ന് സ്റ്റേജിലേക്കുക, ഇഫ്തിഖർ ഒന്ന് സ്റ്റേജിലേക്കുക, സോണി സൂഫി ഒന്ന് സ്റ്റേജിലേക്കുക. അപ്പൊ ഇങ്ങനെ നമ്മളെ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നമ്മളെ തേടി വരണം. നമ്മൾ അവരെ തേടി പോകരുത്. പണമായിക്കോട്ടെ, അന്തസ്സായിക്കോട്ടെ, ഒക്കെ നമ്മളെ തേടി വരണം. നമ്മളെ തേടി വരും. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾക്കിടയിൽ ജീവിക്കുന്ന ഇങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 പേരല്ലേ, അവരെ നമ്മൾ എന്തിനാ വേദിയിലോട്ട് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥാപനം നടന്നു പോകുന്നത് ആ സ്ഥാപനത്തിലെ ജോലിക്കാരാണ്, അവരുടെ ആത്മാർത്ഥതയാണ്. ഈ സംഘടന തുടങ്ങിയ അന്ന് മുതൽ അവിടെ ഇരുന്ന് ഇവര് എന്റെ റിയൽ എസ്റ്റേറ്റ് 11 മാസമായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഞാൻ ചെയ്തിട്ടില്ല. 2.5 വർഷം മുമ്പ് ഞാൻ കച്ചവടം ചെയ്ത ആളാണ്. ഈ സംഘടനയ്ക്ക് വേണ്ടി മാത്രം പണിയെടുക്കുമ്പം ഇവരാണ് ഇരുന്ന് ഈ 10,000-കണക്കിന് ആളുകളുടെ ID കാർഡ് ഇരുന്ന് അടിക്കുകയും ഓരോരുത്തരെ വിളിച്ച് ഈ പറഞ്ഞ കംപ്ലൈന്റ് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓരോന്ന് ക്ഷമയോടെ ഇന്ന് അവിടുന്ന് ഇവിടെ വരെ, എറണാകുളത്ത് ഇവിടെ വരെ വന്നത് ഈ ഇവർ സഹോദരിമാരാണ്, ചേട്ടത്തിയാണ് സോണി സൂഫി. അപ്പൊ ഇങ്ങനെ എനിക്ക് മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഇങ്ങനെ ആദരിക്കപ്പെടണം.
ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്കൊക്കെ ബിസിനസ് സംരംഭങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ ജോലിക്കാർ 100% ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനം വിജയിക്കുള്ളൂ. അതുകൊണ്ടാണ് അജ്മാൻ കുട്ടിക്കയും ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ മനുഷ്യനൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ എന്നോട് എനിക്ക് ഏറ്റവും അധികം നന്ദി ഇവരോടും കടപ്പാടിന്റെ ഭാര്യയോടും അവരെന്നെ വേദിയിൽ വിളിക്കുന്നത് പ്രത്യേകം പാട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൽദോയും എൽദോയുടെ അമ്മയും, അപ്പൊ എൽദോയുടെ ഒക്കെ പ്രോഗ്രാം ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിൻഡോ കലാഭവന്റെ മിമിക്സും മറ്റു പരിപാടികളുണ്ട്. അപ്പൊ എല്ലാവരും എല്ലാം കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. അടുത്ത നിങ്ങളോട് സംസാരിക്കാൻ നമ്മൾ 1 മണിക്കായിരുന്നു ഭക്ഷണം പറഞ്ഞ് 2 വ്യക്തിത്വം കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ ക്ഷണിക്കുന്നു. കുട്ടിക്കേക്ക് എല്ലാവിധ ആശംസകളും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ദൈവം നിങ്ങൾക്ക് ഒരുപാട് ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭവനവും എല്ലാവിധത്തിലും സഹായം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. Thank you so much, sir. Savazar ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് ലെറ്റ് മീ ഓൾസോ ഇൻവൈറ്റ് ഓൺ ടു ദി സ്റ്റേജ് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അജാസ് സർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് ലെറ്റ് മീ ഓൾസോ ഇൻവൈറ്റ് ഓൺ ടു ദി സ്റ്റേജ്. കേരള സംസ്ഥാനത്തിന്റെ ഭരണകേന്ദ്രങ്ങളിൽ തീർച്ചയായും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ തുടക്കമിട്ടിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഞാനും പ്രസിഡന്റും ട്രഷററും മന്ത്രിമാരെ കാണാനും MLA-മാരെ കാണാനും നമ്മൾ പാർലമെന്റ് നടക്കുന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് അവിടെ ചെല്ലാൻ ഒരു അവസരം കിട്ടി. ഞാൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്യുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഞാൻ ആ ബന്ധങ്ങൾ കച്ചവടം ഉണ്ടാക്കുന്നത് എന്റെ സാധാരണക്കാരായ ആളുകളാണ് ഈ പറയുന്ന ആളുകളെ കണക്ട് ചെയ്ത് തരുന്നതും ഞാൻ അതുവഴി കച്ചവടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ബന്ധങ്ങൾ വഴി എനിക്ക് വീണ്ടും കച്ചവടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ സാധാരണക്കാരായ അല്ലെങ്കിൽ നമ്മുടെ ഇടനിലക്കാരായി നിൽക്കുന്ന ബ്രോക്കർമാരും അവരെല്ലാവരും കൂടിയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തുടക്കകാലത്ത് ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ടും കൂട്ടുകാരെ കൊണ്ടുപോയി പറ്റിക്കുന്നതൊക്കെ കൊണ്ടുപോയി നമുക്ക് അറിവില്ലായ്മ കൊണ്ടുപോയി ഒരുപാട് കുഴിയിൽ നമ്മൾ വിട്ടിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു നമ്മള് ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് പറ്റിക്കണം എന്ന് വിചാരിച്ച ഒരാൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് ഒരു പ്രശ്നങ്ങളിൽ നമ്മൾ പോയി പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരുപാട് പൈസകൾ പോയിട്ടുമുണ്ട്. അങ്ങനെ നമ്മൾ പാഠം പഠിച്ച ആളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബാക്കപ്പ് ഉള്ളത് കൊണ്ട് അത് റിക്കവർ ചെയ്യാൻ പറ്റി. പക്ഷേ സാധാരണക്കാരനാണെങ്കിൽ അത് പറ്റണമെന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള പൈസയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെല്ലും. സാറേ എൻ്റെ പൈസ പോയി, ഞാൻ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്ത് എന്നെ പറ്റിച്ചു എന്ന് പറയും. സാധാരണ ആദ്യം തന്നെ പോലീസുകാർ പറഞ്ഞു, ആഹാ നീ ആ പറ്റിച്ചു, നീ അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചില്ലായിരുന്നോ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ നമ്മൾ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് നമ്മൾ തന്നെ ആലോചിച്ചു പോകും. കാരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പൈസയുടെ ഇടപാടിലൊന്നും ഇടപെടാൻ പറ്റില്ല, ഞങ്ങൾക്ക് അത് വാങ്ങിച്ചു തരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം ഓടിച്ചെല്ലുന്നത്. അപ്പൊ അവർ പറയും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കോടതിയിലേക്ക് അഡ്വക്കേറ്റിനെ കാണും എന്ന് പറയും. അഡ്വക്കേറ്റിനെ കാണുമ്പോൾ എന്താണ്, അഡ്വക്കേറ്റ് നേരെ ചെന്നു നമുക്കിറക്കി ഇതേപോലെ ക്യൂ ഒക്കെ നിരുന്ന് നമ്മ അഡ്വക്കേറ്റിനെ കാണും. അപ്പൊ ഇല്ലേ പണ്ട് മറ്റേ കുതിരവട്ടം പപ്പു ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഞാനിപ്പോ ശരിയാക്കി തരാം. പിന്നെ ഈ ശരിയാക്കി തരല് നമ്മൾ 25,000 50,000 അഡ്വക്കേറ്റ് പറയും അന്ന് എന്റെ ഫീസ് താന്ന് പറയും. അതും എടുത്ത് നമ്മൾ എവിടെന്നെങ്കിലും കടമേടിച്ച് അതും കൊടുക്കും. അതും കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താടാ പിന്നെ നമ്മൾ അവന്റെ പുറകെ. അങ്ങനെ ഒരു സിവിൽ കേസ് ഒരു 5ഉം 10ഉം കൊല്ലം നമ്മുടെ സമയം അങ്ങോട്ട് പോകും. അപ്പോഴേക്കും ഈ കേസിനും പറഞ്ഞ് നമ്മൾ പോയാൽ നമ്മൾ ഓർക്കും പോകണ്ടായിരുന്നു. കാരണം എനിക്ക് കോട്ടയത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഒരു സ്ഥലം വാങ്ങിച്ചു. ബാങ്കിൽ ജപ്തിയായി അവന്റെ ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ട് ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഞാനും ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഭൂമി മേടിച്ചത്. ഭൂമി മേടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലോണും തീർന്നു. 1 കോടി രൂപ ഉണ്ടായിരുന്ന ലോണും തീർന്നു. ബാക്കി അദ്ദേഹത്തിന് കാശും കൊടുത്തു. അക്കൗണ്ടിൽ കൂടെ തന്നെയാണ് ഭാഗ്യത്തിന്റെ ലോൺ എടുത്ത് തന്നെയാണ് മേടിച്ചത്. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആ വീടൊന്നും തിരിച്ചു കിട്ടിയാൽ കൊള്ളായിരുന്നു, ഞാൻ എൻ്റെ പൈസ വന്നിട്ടുണ്ട്, എൻ്റെ ഭാര്യ പുറത്ത് നഴ്സായിരുന്നു. ശരി ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അദ്ദേഹം തന്നെ ഒരു വിലയും പറഞ്ഞു, എനിക്ക് ലാഭമൊക്കെ നിശ്ചയിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വില സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ബാങ്കിൽ മാസം മാസം ലോൺ അടച്ചിട്ട് പോവുക. ആ സമയത്ത് ഞാൻ വീട് മറ്റാർക്കെങ്കിലും വിറ്റ് കച്ചവടം, എൻ്റെ പരിപാടി കച്ചവടമാണ്, ഞാനത് വിറ്റ് കാശാക്കാൻ നോക്കിയപ്പോഴേക്കും അദ്ദേഹം എൻ്റെ പേരിൽ അദ്ദേഹത്തിനെ സഹായിച്ച എൻ്റെ പേരിൽ തിരിച്ചൊരു കേസ് കൊടുത്തു. ഞാൻ അദ്ദേഹത്തിന് മുഴുവൻ കാശും കൊടുത്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം അറിവില്ലായ്മ കൊണ്ട് നമ്മൾ വെച്ച എഗ്രിമെന്റിൽ വന്ന ചില വശപ്പശകളും അതിന്റെ പോരായ്മകളും നമുക്ക് അറിവില്ലായ്മ കൊണ്ട് എഴുതി വെച്ച പല കാര്യങ്ങളും കൊണ്ട് സംഭവിച്ചാണ്. പിന്നീട് ഞാൻ അതിന്റെ പുറകെ കേസുമായിട്ട് പോയി. 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 10 ലക്ഷം രൂപയും പോയി കിട്ടി. കാരണം വക്കീലിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ഇതേപോലെ കടം വാങ്ങിയും മറ്റുള്ള ലോൺ എടുത്തും 5 സെന്റ് സ്ഥലമോ 10 സെന്റ് സ്ഥലമോ വീടോ മറ്റുള്ളതോ മേടിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോ
സ്ഥലം മേടിക്കും. സ്ഥലം മേടിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ വീട് വെക്കാൻ ചെല്ലുമ്പോൾ പറയും ഇത് ഗ്രീൻ സോണാണ് കേട്ടോ, ഇത് നിലമാണ്, അല്ലെങ്കിൽ ആ ഭൂമിയിൽ CRZ ഉണ്ട്. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളാണ്, പല പ്രശ്നങ്ങളാണ് ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പൊ ഗ്രീൻ സോൺ ആണെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാണ്. അപ്പൊ 50 സെന്റ് സ്ഥലമുള്ളവനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ പറയും തിരുവനന്തപുരത്തേക്ക് പോയിക്കോളാം. തിരുവനന്തപുരത്ത് പോയാൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും? ഇല്ല. ഇതിങ്ങനെ പോയി നമ്മൾ കയറി ഇറങ്ങി ഇങ്ങനെ സമയം നമ്മുടെ കളയാന്നല്ലാതെ നമ്മുടെ അത് അറിവുള്ള, അതായത് നമുക്കിതിനൊക്കെ എന്താണ് വേണ്ടത്? നമുക്കിതിനെല്ലാം ഒരു സംഘടന ഉണ്ടെങ്കിൽ നമുക്കിതിനെല്ലാം ചോദിക്കാൻ ഒരു സംഘടന നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഇന്ന ഒരു സംഘടനയുടെ അംഗമാണ് എന്ന് പറഞ്ഞ് ചെന്നാൽ സ്വാഭാവികമായിട്ടും എല്ലാ ഓഫീസുകളിലും ഈ പറയുന്നത് ഞാൻ ഇന്ന സംഘടന അംഗമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ചെന്നാൽ ഒരു വ്യക്തി എന്ന് ചെല്ലുന്നതിനുപരി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. ഞാനൊരു അധികം ദീർഘിക്കുന്നില്ല, കാരണം ഒരുപാട് വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ സംസാരങ്ങളൊക്കെ പിന്നെ നീണ്ടു പോയി 1 മണിയാവാറായി, നമുക്ക് ഭക്ഷണം കഴിക്കണം. എന്തായാലും എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സാബു വർഗീസിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ രക്ഷാധികാരി ശ്രീ റോബിൻ തിരുമലയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. ഓരോരുത്തരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ശ്രീ നമ്മുടെ ഞാൻ ബോച്ച ശരിക്കും ഫുൾ നെയിം ബോബി ചെമ്മണ്ണൂർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോച്ച എന്ന് വിളിക്കണം. ബോച്ച എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഒന്ന് ശങ്കിച്ചത്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ബോച്ചെ, അതുപോലെ നമ്മുടെ IBA എന്ന ഈ സംഘടനയുടെ ഈ വളർച്ചയ്ക്ക് വേണ്ടി ഈ മലപ്പുറം ജില്ലയിൽ നിന്നും എറണാകുളത്തു നിന്നും 14 ജില്ലകളിൽ നിന്നും നമ്മളുടെ കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് ഈ സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി വന്ന എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഫസൽ, ദാസൻ, അങ്ങനെ നാസർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ബിജു മജീദ്, നിഷില്, മമ്മൂട്ടി, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര്. തിരിച്ച് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, തീരില്ല. കൊല്ലത്തു നിന്നുള്ള പ്രസിഡന്റ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് കൂടി ഇരിപ്പുണ്ട്. അങ്ങനെ പേരെടുത്ത് ആരെയും ഞാൻ പറയുന്നില്ല. ആരെങ്കിലും പേര് വിട്ടുപോയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അധികം വലിയ സംസാരം, ഇത്രയൊക്കെ സംസാരിച്ചത് എൻ്റെ കഴിവല്ല. ഞാൻ പറഞ്ഞു ഇവരൊക്കെ കൂടി തന്ന ഒരു പ്രചോദനമാണ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ സംസാരിക്കാൻ പറ്റിയ ഒരു ഇത്. എൻ്റെ സംസാരം ഓവറായില്ല എന്ന് ഞാൻ തോന്നുന്നു. എന്തായാലും ഞാൻ നിർത്തുന്നു. അടുത്തതായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപായിട്ട് ഐ കൈൻഡ്ലി റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു പ്ലീസ് ബി സീറ്റഡ്. ഐ റിപ്പീറ്റ്, ഇവിടെ ഇരിക്കുന്ന ഗസ്റ്റ് എല്ലാവരും അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റിംഗ്സിൽ കംഫർട്ട്. റെസ്റ്റോറന്റിലേക്ക് പച്ചക്കറികൾ വിതരണം ചെയ്യുന്ന ഒരാളുണ്ട്. അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. കയ്യോടെ ഈ പൈസ കൊണ്ട് കൊടുക്കാം. ആ 500 രൂപ കൊണ്ടേ കൊടുത്തു. അപ്പൊ കടക്കാരൻ ആലോചിച്ചു, പടച്ചോനെ എനിക്കിപ്പോ 500 രൂപ ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. വളം സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട്, കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് വളം സപ്ലൈ ചെയ്യുന്ന ആളുണ്ട്, കൃഷിക്കാരനുണ്ട്. അപ്പൊ ഇതിൽ ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? കൃഷിക്കാരൻ തന്നെ കൊടുക്കാം. അങ്ങനെ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്ക് കൊണ്ട് 500 രൂപ കൊടുത്തു. നോക്കൂ, ഒരു 500 രൂപയുടെ കച്ചവടം കിട്ടിയിട്ടുണ്ട് വെച്ചു. അയാള് വളം തരുന്ന സപ്ലൈ ചെയ്യുന്ന ആൾക്ക് കൊടുക്കാൻ ഇതേപോലെ പൈസ, ആ പൈസ അപ്പം തന്നെ കൊണ്ടു കൊടുത്തു. ഈ വളം സപ്ലൈ ചെയ്യുന്ന ആളെന്ന് വിചാരിച്ചു കുറെ നാൾ കൂടിയിട്ടാണ്, എത്രയോ മാസം കൂടിയിട്ടാണ് ഒരു പൈസ കിട്ടുന്നത്. ഒരു 500 രൂപ കിട്ടി. ഞാൻ ഒരാൾക്കൊരു പൈസ കൊടുക്കാനുണ്ട്. ആ ഹോട്ടൽ ഉടമസ്ഥന്, ഇപ്പുറത്തെ ഹോട്ടലുകാരനല്ലേ, അയാൾക്കൊരു 500 രൂപ കൊടുക്കാനുണ്ട്. ഇത് കയ്യോടെ കൊടുക്കാം, ചെലവായി പോണ്ട. ഇയാൾ അപ്പം തന്നെ ഈ പൈസയുമായിട്ട് പോയിട്ട്, നോക്കൂ എനിക്കൊരു 500 രൂപ കിട്ടിയിട്ടുണ്ട്, ഇതാ ഈ പൈസ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് അയാൾ അത് വാങ്ങിച്ചു. പെട്ടിയിലേക്ക് ഇട്ട് അതേ സെക്കൻഡില് ഒരു അരമണിക്കൂറിലല്ല ഈ സംഭവം നടക്കുന്നത്. മുകളിൽ നിന്ന് ആ ഫോറിനർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങളുടെ മുറിയിലെല്ലാം ഭയങ്കരമായിട്ട് ഡസ്റ്റ് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്, കുറെ നാളായി ആളുകൾ താമസിച്ചിട്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് എന്റെ പൈസ തിരിച്ചു തന്നാൽ ഞാൻ ഇവിടുന്ന് അടുത്ത ബസ്സിന് കയറിയിട്ട് അടുത്ത സിറ്റിയിലേക്ക് പോയിക്കൊള്ളാം, ക്ഷമിക്കണം. അപ്പൊ ഇയാൾ ഉടനെ തന്നെ പൈസ കിട്ടിയല്ലോ, 500 രൂപ ഉണ്ടല്ലോ, വൈ നോട്ട് എന്ന് പറഞ്ഞ് അയാൾ ആ പൈസ എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കുകയും അദ്ദേഹം തിരിച്ച് യാത്ര പോവുകയും ചെയ്തു. ആലോചിക്കണം, ഒരേ പൈസ, ഒരേ 500 രൂപ.
അത് കറങ്ങിയിട്ട് ഇങ്ങനെ പോയി പച്ചക്കറി കടക്കാരൻ, കൃഷിക്കാരൻ, വളം സപ്ലൈ ചെയ്യുന്ന ആള് അപ്പുറത്ത് വന്ന് തിരിച്ചും അയാളുടെ കയ്യിലേക്ക് തന്നെ 500 രൂപ തിരിച്ചു വന്നു. ആരും കടക്കാരായില്ല. അതേസമയം ഇയാളിത് പിടിച്ചു വെച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കും. ഇയാളത് കൊടുക്കുന്നില്ല. നടുവിലുള്ള ഏതെങ്കിലും ആളത് പിടിച്ചു വെച്ചാൽ ഒരിക്കലും അത് ധനത്തിന്റെ ധർമ്മം ഇതാണ്. ധനത്തിന്റെ ധർമ്മം ഇതാണ്. ഖുറാനിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാചകം ഇതാണ്. അതിന്റെ മലയാള പരിഭാഷ ഇതാണ്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട്, നല്ലവന് നല്ല ധനം എത്രയോ നന്മ എന്നാണ്. നല്ല മനുഷ്യൻ അവന്റെ കയ്യിൽ കിട്ടുന്ന ധനം അത് എത്രയോ നന്മയ്ക്ക് ഉതകും എന്നാണ്. ഇത് എന്റേത് എന്ന് പറയുന്നിടത്തുനിന്ന്, എനിക്ക് മാത്രം എന്ന് പറയുന്നിടത്തുനിന്ന്, എന്റെ മാത്രം കച്ചവട ലാഭം എന്ന് പറയുന്നിടത്ത്, എന്റെ മാത്രം പങ്ക് എന്ന് പറയുന്നിടത്ത്, എന്റെ മാത്രം ബ്രോക്കർ കാശ് എന്ന് പറയുന്നിടത്ത് നിന്ന് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചിട്ട് പറയും, ചേട്ടാ മറ്റേ ആളെ പറഞ്ഞില്ലേ, അവന്റെ കൂടെ ഒരു 3-4 പേരുണ്ട്, എല്ലാവരുടെ നമ്പറൊക്കെ എനിക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവട്ടോ. കൃത്യമായ കാശാണ്, വിഹിതം വെച്ചിട്ട് ഓരോരുത്തർക്കായി. നല്ലവന് നല്ല ധനം എത്രയോ നന്മ. ഈ വാക്ക്, ഈ വാചകം, ഈ ആശയം എന്നും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. ഇനി ഒന്നും അതുണ്ടാവില്ല. സംഘടനയ്ക്ക് അതൊക്കെ ഇരിക്കും. ഇതൊക്കെ പരിഹരിക്കാൻ സംഘടനയ്ക്ക് കഴിയും എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതിനകത്ത് വിരുദ്ധ അഭിപ്രായമുള്ള പലരും ഉണ്ടാവും. അതൊക്കെ സംഘടനാ തലത്തിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ പരിഹരിക്കാൻ. അവിടെയാണ് ഒരു സംഘടനയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സംഘടനയ്ക്ക് പുറത്തല്ല പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്, സംഘടനയ്ക്ക് അകത്തു നിന്നുകൊണ്ടാണ് പരിഹരിക്കേണ്ടത്. ഒരു കടക്കകത്തുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അറിയാം, ഒരു അകത്താണ് പരിഹരിക്കേണ്ടത്, പുറത്തല്ല പരിഹരിക്കേണ്ടത്. അകത്തുള്ളത് അത്രയും പുറത്തല്ല. അകത്തെന്താണോ അത് തന്നെയാണ് പുറത്തുമുള്ളത്. സംഘടന ശക്തമാകട്ടെ, സംഘടന വലുതാകട്ടെ, ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ 2ാം സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ ആദ്യം ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് എന്റെ എല്ലാ പ്രിയ ചങ്ങാതിമാർക്കും, എല്ലാവരെയും പരിചയമുള്ളവരാണ്, എല്ലാവർക്കും സ്നേഹവും ഊഷ്മളമായ സൗഹൃദവും ഒക്കെ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി 2ാം സംസ്ഥാന സമ്മേളനത്തിന് ആശംസകൾ. നന്ദി, നമസ്കാരം. മലയാളികളുടെ സ്വന്തം, നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ബോച്ചയെ ഞാൻ ക്ഷണിക്കുകയാണ് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സോ പ്ലീസ് നിറക്കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ക്ഷണിക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ബോച്ചെ. ഹായ്, സുഖാണോ? എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ആയിരക്കണക്കിന് ഫംഗ്ഷനുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ സമ്മേളനം ആദ്യമാണ്. അതിന്റെ കാരണം ലോകത്തിലേ ഉള്ളൂ, അതുകൊണ്ടാണ് ആദ്യമായിട്ട്. IBA എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ IBA = ഇതിന്റെ അർത്ഥം കിട്ടിയത് എനിക്ക്, IBA മീൻസ് ലോകത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നതാണ്. കാരണം ഇൻവെസ്റ്റേഴ്സ്, ബിൽഡേഴ്സ്, ബ്രോക്കേഴ്സ് ഇത്രയും കൂടുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി, ഇതും 3ഉം കൂടിയ ലോകം സൃഷ്ടിക്കുക, ഡെവലപ്മെന്റ് എന്നതാണ്. ഇതില്ലാതെ ഒന്നും സാധ്യമില്ല. ഈ 3 സംഭവം അതിലുണ്ട്. സാബു വർഗീസ്, സാബു വർഗീസ് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാണ്. ആൻഡ് ടീം ഉണ്ടാവും തീർച്ചയായിട്ടും. പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികളുടെ ടീം ഉണ്ടാവും. അത് റിയലി അപ്രിഷിയേറ്റ്. കാരണം ഇങ്ങനൊരു ചിന്ത, കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, പൈസ കൊടുക്കാൻ ആൾക്കാരുണ്ട്, സ്പോൺസർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും, പക്ഷെ ഒരു പ്രസ്ഥാനത്തിനെ നയിക്കാൻ, അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ, കഷ്ടപ്പെടാൻ ആൾക്കാരില്ല. മുമ്പോട്ട് വരണം കുറവാണ്, കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പലതും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംഘടനകൾ വരുമ്പോൾ ഒരുപാട് സംഘടനകൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മുമ്പിൽ നിന്ന് സമയം ചെലവഴിച്ച് പ്രവർത്തിക്കാൻ ആൾക്കാരും കുറവാണ്. എല്ലാവരും ബാക്കിലേക്ക് പോവാണ്.
അതുകൊണ്ട് തീർച്ചയായിട്ടും ആത്മാർത്ഥതയുള്ള ഇതുപോലെയുള്ള ആൾക്കാരുള്ളത് കൊണ്ട് ഇതുപോലെയുള്ള സംഘടനകൾ മുമ്പോട്ട് പോവുകയും തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, ചോദ്യം ചെയ്യാൻ, വാങ്ങിച്ചെടുക്കാൻ ഇതുപോലെ സിൻസിയർ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാവണം. അതൊരു നന്മയാണ്. ഈ ഇൻവെസ്റ്റേഴ്സ്, ബിൽഡേഴ്സ്, ബ്രോക്കേഴ്സ് ഇതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന 3 വിഭാഗങ്ങളാണ്. ഇതിൽ ഏറ്റവും അധികം എനിക്ക് കടപ്പാടുള്ളത് ബ്രോക്കേഴ്സിനോടാണ്. കാരണം ഈ IBA എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഞാൻ ഏതൊക്കെ ഏരിയകളിലുണ്ട് IBA-യുടെ 3 വിഭാഗങ്ങളാണ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോ എനിക്ക് കിട്ടിയ ഉത്തരം, ഞാനായത് ബോബി ചെമ്മണ്ണൂർ, ബോച്ചെ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഞാനായതിന്റെ 90% ഈ IBA വഴിയാണ്. ഇല്ലെങ്കിൽ ഞാനില്ല. കാരണം ഇൻവെസ്റ്റർ ആംഗിളിൽ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബിസിനസ്സിൽ. ഞാൻ പല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ ആം ദർ ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ബിൽഡർ, തീർച്ചയായിട്ടും നമുക്ക് ബിൽഡർ ഇല്ലാതെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും. പിന്നെ ഇതിനൊക്കെ അടിത്തറ ഇടണമെങ്കിൽ ബ്രോക്കേഴ്സ് വേണം അല്ലേ? തറയുണ്ടാവണമെങ്കിൽ ആദ്യം സ്ഥലം ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഇത് കണക്റ്റഡ് ആണ്. ഓരോരുത്തരുടെ ജീവിതത്തിലും IBA ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ തീർച്ചയായിട്ടും ഈ IBAക്ക് അധികം വൈകാതെ ഒരു MLA-യും MP-യും മന്ത്രിയൊക്കെ ഉണ്ടാവട്ടെ. അതുണ്ടാവും എന്നെനിക്ക് തോന്നി ഇതിന്റെ വളർച്ച കാണുമ്പോൾ. കാരണം എൻ്റെ അറിവില് ലോകത്ത് തന്നെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ IBA ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവില് സ്വാഭാവികമായിട്ടും ഇല്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് നമ്പർ 1. ഇത് തന്നെ ഇനി പടർന്ന് പന്തലിച്ച് ഇന്ത്യ മുഴുവൻ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഈ ബ്രോക്കേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ബ്രോക്കേഴ്സ് കച്ചവടം കഴിയുമ്പോൾ പറ്റിക്കപ്പെടുന്നു എന്ന് എനിക്കറിയാം വളരെ കറക്റ്റായിട്ട്. അതിന്റെ കാരണം ഈ പറഞ്ഞ പോലെ അതൊരു അവകാശമായി തീർച്ചയായിട്ടും ഒരു നിയമമായിട്ട് മാറണം. അപ്പൊ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമുക്കത് അംഗീകരിച്ച് അതൊരു ഭാഗമായിട്ട് മാറണം. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ അതെനിക്കറിയില്ല. ഞാൻ ഈ ബോച്ചെ 1000 ഏക്കർ എന്ന് പറഞ്ഞിട്ട് വയനാട് ഒരു ഭൂമി എടുത്തു. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു 1000 ഏക്കറെങ്കിലും ഉള്ള ഒരു സ്ഥലം എടുത്തിട്ട് കൃഷിയും ടൂറിസവും ഒക്കെ കൊണ്ടുവരണമെന്ന്. തീർച്ചയായിട്ടും എൻ്റെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് ബ്രോക്കേഴ്സിലൂടെയാണ്. ചില കച്ചവടങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, അത് ഇപ്പൊ ഞാൻ ചിന്തയിൽ കൊണ്ടുവരികയാണ്. ചില കച്ചവടം നടക്കുമ്പോൾ 4-5 പേരും എന്നെ വിളിക്കും ഇതിന്റെ കമ്മീഷനായിട്ട്. അപ്പൊ ഞാൻ പറയും ഇന്ന ആള് വഴിയാണ് ഞാനിതിപ്പോ കച്ചവടം ചെയ്തത്. അപ്പൊ അവര് പറയും കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഇത് കാണിച്ചു തന്നിട്ടുള്ള ഓരോരുത്തരും പറയും. അപ്പൊ നോക്കുമ്പോ ശരിയാ, 2 വർഷം മുമ്പ് വേറെ ആള് കാണിച്ചിട്ടുണ്ട്. അപ്പൊ വില ഒത്തില്ല. അപ്പൊ വേറെ ആൾ അതിലും കുറച്ച് വിലയ്ക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഏറ്റവും വില കുറച്ച് ഇത് കച്ചവടമാക്കി തന്നത് വേറെ ആളാണ്. അപ്പൊ ഇതെല്ലാവരും വിളിക്കുമ്പോ ഞാൻ പറയും ഞാൻ ഈ ആൾക്കാർ കൊടുത്തത്, ഇയാളാണ് എൻ്റെ ഓണറുടെ അടുത്ത് കൊണ്ടുപോയി കച്ചവടമാക്കിയത്. അപ്പൊ അവര് പറയും ഞങ്ങളല്ലേ കാണിച്ചത്. അതിന്റെ ഉത്തരം എനിക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാല് വാട്സപ്പ് ഡിജിറ്റലൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഈ രംഗത്ത്. അപ്പൊ ആദ്യം ആര് തന്നാലും ഞാൻ ഇതിലൊരു വീഡിയോ ഇടാൻ പറയും. അപ്പൊ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണിച്ചു കൊടുക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആരാ കാണിച്ചു തന്നെന്നുള്ളത്. അപ്പോഴും പറയും ഫസ്റ്റ് ഞാനാ കാണിച്ചു തന്നെ, പക്ഷെ കച്ചവടമാക്കി തന്നത് ഞാനല്ലേ താങ്കളുടെ വിലയ്ക്കൊക്കെ അനുസരിച്ച്. അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇത് ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന, ഞാൻ എന്ത് കച്ചവടം നടത്തിയാലും ചിലപ്പോൾ ഇത് കാണിച്ചു തന്നിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാവും കച്ചവടം നടക്കുക. ആ സമയത്ത് ഈ ബ്രോക്കർ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. ഞാൻ വിളിച്ചിട്ട് കൊടുക്കും ഇതിന്റെ കമ്മീഷൻ കറക്റ്റായിട്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ
ഫ്രീ ആയിട്ടൊന്നും സ്വീകരിച്ചിട്ടില്ല. എൻ്റെ ഫാദറിൻ്റെ നിന്ന് കിട്ടിയൊരു ക്വാളിറ്റിയാണ്. ഫാദറിൻ്റെ നിന്ന് വളരെ 1-2 ക്വാളിറ്റി കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയാലും ഒന്നും ഫ്രീ സ്വീകരിക്കില്ല. പിന്നെ വലിയ കച്ചവടമൊക്കെയാണ് ഞാൻ പറയും, പെർസെൻറ്റേജ് ഇതൊക്കെ ആണെങ്കിൽ ഇത്ര വലുതല്ല, ഞാൻ ഇത്ര തരുള്ളൂ, സൗകര്യമുണ്ടോ പറഞ്ഞിട്ട് തന്നെ കച്ചവടം ചെയ്യും മാന്യമായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ട് വലിയ വലിയ ഇടപാടുകളൊക്കെ വരുമ്പോൾ. എനിവേ, ഇതിനെക്കുറിച്ച് പറഞ്ഞു പോയപ്പോൾ ഒത്തിരി ഇങ്ങനെ സംസാരിക്കാനുണ്ടാവും, ഒരുപാട് ഓർമ്മകൾ, അനുഭവങ്ങൾ ഉണ്ടാവും. എന്തായാലും ഇത് ശക്തമായി മുമ്പോട്ട് പോട്ടെ, ഇനിയും വളരണം. മാത്രമല്ല, ഇത് എന്താ പറയാ, ഒരു പക്ഷേ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ഈ സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റും. അത്ര വിഷനുണ്ട്. അത്ര കണ്ടുള്ള വിഷനിലേക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ 3 വിഭാഗം കൂടിയ പിന്നെ ബാക്കി ആരാ ഉള്ളത്? 3 വിഭാഗം കൂടിയാൽ യു ക്യാൻ കൺസ്ട്രക്ട് ദ സ്റ്റേറ്റ്, ദ കൺട്രി, എനിത്തിങ്, എന്തും സൃഷ്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ശക്തി കൂടുമ്പോ, ഇതിൽ മെമ്പർഷിപ്പ് കൂടുമ്പോ, ഇത്രയും 3 വിഭാഗങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള ആശയങ്ങളും സ്വപ്നങ്ങളും വിഭാവനം ചെയ്താൽ ഇത് മുമ്പോട്ട് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു വലിയൊരു എന്താ ഇതിന്റെ പേര്, OPS Palace, right? It's such a nice big auditorium. ഇതുണ്ടാവണമെങ്കിൽ ഭൂമി ഉണ്ടാവണം, ബിൽഡർ ഉണ്ടാവണം, ഇൻവെസ്റ്റർ ഉണ്ടാവണം. സോ എനിത്തിങ്, എയർപോർട്ട് വേണം, എന്ത് വേണം. ഇത് വലിയൊരു മേഖലയാണ്. അത്രയുണ്ടൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ ഫംഗ്ഷന് വന്നു, ഇതിന്റെ ഭാഗമായി നിൽക്കാൻ താല്പര്യമുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെല്ലാ സപ്പോർട്ടും എനിക്കുണ്ട്. ഇതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്, ഭാവിയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പ്രോജക്റ്റുകൾ വിഭാവനം ചെയ്യാൻ പറ്റും. ഇപ്പൊ അതിലേക്കൊന്നും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുമിച്ച് നിന്ന് വിഭാവനം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ പറയുകയാണ്. കാരണം നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, എൻ്റെ അടുത്തൊരു 10-50 ബ്രോക്കേഴ്സിൻ്റെങ്കിലും എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട്. പറയാൻ പറ്റില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനും വാങ്ങാനും പലതൊക്കെ ആയിട്ട് ഉണ്ടാവും. ഈ നമ്പർ എൻ്റെ നമ്പർ, എൻ്റെ കയ്യിലുള്ള ഫോൺ നമ്പറാണ്. പക്ഷെ ഒരു കാര്യം, വിളിച്ചാൽ കിട്ടില്ല. ചിരിക്കണ്ട, അതിൻ്റെ അർത്ഥം തട്ടിപ്പ് നമ്പർ അല്ല, വാട്സപ്പാണ് ഞാൻ നോക്കുക. അപ്പോൾ വാട്സപ്പിൽ വീഡിയോ അല്ലെങ്കിൽ വോയിസ് ഇട്ടാൽ കഴിയാവുന്ന സമയത്തൊക്കെ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ വൈകി ഓടുന്ന വണ്ടി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഇതിപ്പോ സാബു വർഗീസ് പറയും, ഞാൻ പലതും അയച്ചിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ വൈകിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെക്രട്ടറിനെയാണ് വിളിക്കുക. എന്നാലും ഒഴിവ് സമയത്ത് യാത്രയിൽ ഇതിലൊക്കെ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് പേരുടെ ഉണ്ട്. അങ്ങനെ ചില കച്ചവടങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാറുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഒന്ന് എഴുതിയെടുക്കാം. നിങ്ങളുടെയൊക്കെ നമ്പർ ഞാൻ ഇവിടുന്ന് എടുത്തോളാം. എന്തായാലും എൻ്റെ 9840000678. വൺസ് അഗെയിൻ 9840000678. അപ്പൊ ഒന്ന് വാട്സപ്പിൽ ഒന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ ഫീഡ് ചെയ്ത് വെക്കും. തീർച്ചയായിട്ടും ചില ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, അടുത്ത വർഷം തൊട്ടിട്ട് റിയൽ എസ്റ്റേറ്റിൽ കുറച്ച് കാര്യമായിട്ട് ഒരു പുതിയ സ്കീമായിട്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതുമയുള്ള ഒരു സംഭവമായിരിക്കും. എനിവേ, കമ്മിങ് വിത്ത് ദാറ്റ്. അപ്പോൾ വളരെ എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദി. എല്ലാവരെയും ഞാൻ ഇൻഡിവിജ്വലായിട്ടും പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. വരുമ്പോൾ നമ്മളിത് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഭക്ഷണമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. മാത്രമല്ല, നമ്മുടെ പരീതല്ലേ റഫീഖ് കാര്യമായിട്ട് ഭക്ഷണമൊക്കെ ഒരുക്കിയെന്ന് ക്ഷണിച്ചിട്ടുണ്ട്, സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ബിരിയാണിയിലൊരു മണമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒന്ന് നോക്കിയിട്ട് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ പിന്നെ മറ്റൊരു നന്ദി, നമ്മുടെ അബ്ദുറഹീമിന്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോഴാണ് എനിക്ക് വീണ്ടും ഓർമ്മ വന്നു. അതിന് 34 കോടിക്ക് 45 കോടി തിരിഞ്ഞു കിട്ടി. മലപ്പുറം വളരെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ എന്നെ ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തി. കാരണം 34 കോടി പിരിക്കാൻ വല്ല വട്ടുണ്ടോ എന്നുള്ള രീതിയിൽ എൻ്റെ അമ്മേനെ പറഞ്ഞു, നീ ഒരു ഭിക്ഷക്കാരനായിട്ട്
എന്ത് യാത്രയാണ്? യാചകയാത്ര, ബോച്ചെ യാചകയാത്ര. എൻ്റെ അമ്മ പറഞ്ഞു, മോനെ നിനക്ക് വല്ല വട്ടുണ്ടാ? ഞാൻ പറഞ്ഞു 1 കോടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നീ ആ 1 കോടി അവർക്ക് കൊടുത്തിട്ട് മിണ്ടാണ്ടിരുന്നാൽ മതി, ബാക്കി അവർ നടത്തിക്കോളും. അപ്പം പറഞ്ഞ അമ്മ അത് നടക്കില്ല, കാരണം ഇപ്പൊ ഇത്രയായിട്ട് ആകെ 2 ചില്ലാൻ കോടി ആയിട്ടുള്ളൂ. അപ്പൊ അയാളുടെ തല മിക്കവാറും അറക്കും. എനിക്ക് എന്തോ ഒരു ഇത് തോന്നി. അപ്പൊ അതിന് ആരെങ്കിലും ഇറങ്ങണം വഴിയിൽ, അപ്പൊ അതാവും. അങ്ങനെ അവിടെ ഇറങ്ങി. പക്ഷെ ഇറങ്ങി ഞാൻ കാസർഗോഡ് എത്തുമ്പോഴൊക്കെയാണ് ഇത് പ്രതീക്ഷിച്ചത്. പക്ഷെ തൃശ്ശൂർ എത്തിയപ്പോഴേക്കും 34 കോടി പകരം 45 കോടിയായിട്ട് നമ്മൾ നിർത്തിച്ചു. അപ്പൊ നിങ്ങളിത് തന്നില്ലെങ്കിൽ ഞാൻ തൃശ്ശൂരും കഴിഞ്ഞ് കാസർഗോഡും കഴിഞ്ഞ് ഇപ്പോഴും ഒരു യാചകനായിട്ട് തെണ്ടി നടക്കേണ്ട അവസ്ഥ വന്നേനെ. അപ്പൊ ആ അവസ്ഥ വരാതെ നിങ്ങളൊക്കെ കാശ് തന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ആ സഹോദരനെ രക്ഷിക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ തല വെട്ടില്ല. ഒരു കേസ് കഴിഞ്ഞു. ഇനി എന്തോ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കേസ് ഉണ്ട്. അതൊരു ഫോർമാലിറ്റി, എത്തിയ സമയം എടുക്കുമായിരിക്കും. എന്തായാലും പുള്ളി അവിടെ സേഫാണ്, സന്തോഷവാനാണ്. അതിന് പ്രത്യേകം നന്ദി. ഇനി അതിൽ ബാക്കി കാശ് കിടക്കുന്നുണ്ട് 34. അപ്പൊ എന്നെ പലരും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ബോച്ചെ ഇതില് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, കേട്ട് കാണുമായിരിക്കും, പൈസ ബാക്കിയുണ്ടല്ലോ, അവരെയും കൂടെ രക്ഷിച്ചൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആളല്ല, ഞാൻ 1 കോടി കൊടുത്ത് എൻ്റെ അമ്മ 1 ലക്ഷം കൊടുത്തെങ്കിലും ബാക്കിയൊക്കെ ജനങ്ങളിട്ടത്, ജനങ്ങളുടെ ഭൂരിപക്ഷം അറിഞ്ഞാലാണ് നമുക്ക് അതിലേക്ക് വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഞാൻ ചോദിച്ചു ഭൂരിപക്ഷം അറിയാൻ. ഇപ്പൊ 2ാമത്തെ ഫംഗ്ഷനാണ്. ഈ പൈസ ബാക്കി എടുത്തിട്ട് നമുക്ക് ഒരു ജീവനും കൂടെ രക്ഷിക്കണമോ വേണ്ടയോ ഒന്ന് കൈപൊന്തിച്ച് പറഞ്ഞാൽ എല്ലാവരും ഒരേ സ്ഥലത്തിൽ നല്ല മനസ്സാണ്. അതാണ് മലയാളി. ലോകത്തെ ഒരു സായിപ്പ്, എന്റെ അമേരിക്കയിലുള്ള ജ്വല്ലറിയുടെ അടുത്തുള്ള ഓഫീസിൽ മലയാളി വർക്ക് ചെയ്യുന്നുണ്ട്. ആ മലയാളി പെണ്ണ് ഈ സായിപ്പിന് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആ സമയത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരാളെ രക്ഷിച്ചു, ഇത്ര കോടി കൊടുത്തിട്ട് മലയാളികൾ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് വലിയ അഹങ്കാരത്തിൽ സായിപ്പിന് കൊടുത്തു. അപ്പൊ സായിപ്പ് എന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. എന്നിട്ട് സായിപ്പ് പറയാ, ഇത് ലോകത്ത് ആദ്യമായിട്ടാണ് 34 കോടി കൊടുത്തൊരു വ്യക്തിയെ ഒരു ബന്ധമില്ലാത്ത ആൾ സംരക്ഷിക്കുന്നത്. ഇത് അമേരിക്കയിലാണെങ്കിൽ $50,000 കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ദിസ് ദ ഫസ്റ്റ് ടൈം. അതാണ് മലയാളി ചെളിവാരി അറിയാതെ ഇതൊക്കെ പറയും, പരദൂഷണമൊക്കെ പറയും. ശരിക്കും ഒരാവശ്യം വന്നാൽ കട്ടയ്ക്ക് നിൽക്കും. നമ്മൾ മലയാളിയെ തലവെട്ടാൻ സൗദിയിൽ വിട്ടുകൊടുത്തില്ല. അപ്പൊ വളരെ നന്ദി. അതുകൊണ്ട് പറഞ്ഞ മലയാളികള് ഈ നേരത്തെ പറഞ്ഞ പോലെ IBA ഒക്കെ നല്ല വിഭാവനം ചെയ്താൽ, സ്വപ്നങ്ങളൊക്കെ മുമ്പോട്ട് ശക്തമായിട്ട് വെച്ചാൽ, വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ IBA മലയാളികൾ കേരളം നിൽക്കും. ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ആണ്. അതുകൊണ്ട് ഞാൻ സംസാരിച്ച് പോകും. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. എൻ്റെ മുദ്രാവാക്യം പതിവ് പോലെ, കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. Love you everybody. You're on board. Thank you so much, Boche. I kindly request you to please stay back. Stay back ആണെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് അറിയില്ല ഞാൻ ഈ ഒരു മൊമെന്റിൽ എന്താ പറയേണ്ടതെന്നുള്ളത്. കാരണം ഞാൻ ഇവിടുന്ന് പലരുടെയും എക്സ്പ്രഷൻസ് കാണുമായിരുന്നു. എല്ലാവരുടെയും ഫേസിൽ ഇത്ര നേരം ഉണ്ടായതിനെക്കാട്ടിലും ഉപരി ഇവിടെയുള്ള ലൈറ്റ്സിനെക്കാട്ടും ഒക്കെ ഭയങ്കര ഒരു പ്രകാശമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഫേസിൽ ഇപ്പം എനിക്ക് കാണുന്നത്. കാരണം അത്രയും ഹാപ്പി ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാവരെയും മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ബോച്ചെ അല്ലേ? ഇതാണ് നമ്മുടെ ബോച്ചെ, നമ്മുടെ മലയാളികളുടെ സ്വന്തം ബോച്ചയ്ക്ക് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ബീങ് ഹിയർ. കാരണം ഇത്രയും ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിനും ഈ ഒരു ഒക്കേഷൻ കൂടുതൽ സ്പെഷ്യലാക്കി മാറ്റിയതിനും താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ആൻഡ് അടുത്തതായിട്ട് നമുക്കൊരു 2-3 മൊമെന്റോസും കൂടി ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാറുണ്ട്. അതിനുശേഷം വിൽ മൂവ് ഓൺ. സോ ആദ്യം തന്നെ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ റോബിൻ തിരുമല ടു പ്ലീസ് step forward onto the stage to